അധികാരം നഷ്ടപ്പെടുന്നത് എങ്ങനെയും ഒഴിവാക്കാൻ രാഷ്ട്രീയ എതിരാളികളായ അണ്ണ DMK-യുമായി ചേർന്ന് മന്ത്രിസഭ ഉണ്ടാക്കണമെന്ന ആവശ്യം DMK-യിൽ ശക്തമാകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്നതിനിടെ നിയുക്ത MLA-മാരോട് ചെന്നൈയിൽ തുടരാൻ പാർട്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. അണ്ണ DMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി MLA-മാരുമായുള്ള ചർച്ചയ്ക്കായി പുതുച്ചേരിയിലാണ്. നിയമസഭാ ഇലക്ഷനിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ വിജയിന്റെ TVK-യെ ഗവർണർ ക്ഷണിക്കാൻ വൈകുന്നത് ഉപയോഗപ്പെടുത്തണമെന്ന നിർദ്ദേശമാണ് DMK-യിലെ ചില നേതാക്കൾ ഉയർത്തുന്നത്. അത് അപ്രായോഗികമാണെന്ന് പാർട്ടി അധ്യക്ഷൻ MK സ്റ്റാലിൻ പറയുന്നുണ്ടെങ്കിലും അവർ അതിൽ നിന്നും പിന്മാറിയിട്ടില്ല. വിജയ് മുഖ്യമന്ത്രിയായാൽ 10-15 വർഷം ദ്രാവിഡ കക്ഷികൾ അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കേണ്ടി വരുമെന്നും അത് ആത്മഹത്യാപരമായിരിക്കുമെന്നുമാണ് അവരുടെ നിലപാട്. MK സ്റ്റാലിൻ തെരഞ്ഞെടുപ്പിൽ തോറ്റ പശ്ചാത്തലത്തിൽ അണ്ണ DMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകണമെന്നും അവർ അഭിപ്രായപ്പെടുന്നു. ഭാവി മുഖ്യമന്ത്രി എന്ന് വിളിച്ചാണ് വ്യാഴാഴ്ച വൈകിട്ട് എടപ്പാടിയെ പാർട്ടി പ്രവർത്തകർ എതിരേറ്റത്. എടപ്പാടി വൈകിട്ട് ഗവർണറെ കാണുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും അത് നടന്നില്ല. ആ സമയം അദ്ദേഹം പുതുച്ചേരിയിലെ റിസോർട്ടിൽ താമസിപ്പിച്ചിട്ടുള്ള നിയുക്ത MLA-മാരെ കാണാൻ പോയതായിരുന്നു. എന്നാൽ പുതിയ സഖ്യങ്ങളുടെ കാര്യത്തിൽ DMK ചർച്ചയൊന്നും നടന്നിട്ടില്ലെന്നും പാർട്ടി അധ്യക്ഷൻ MK സ്റ്റാലിനാണ് എന്ത് തീരുമാനവും എടുക്കുക എന്നും പാർട്ടി വക്താവ് TKS ഇളങ്കോവൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അണ്ണ DMK-ക്ക് 47 സീറ്റും DMK-ക്ക് 59 സീറ്റുമാണുള്ളത്. രണ്ടുപേരും കൂടി ചേർന്നാൽ 106 സീറ്റേ ആവും. രണ്ട് മുന്നണിയിലെയും ഘടകകക്ഷികൾ കൂടി ചേർന്നാലേ ഭൂരിപക്ഷം ലഭിക്കും. അവരുടെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാകും. TVK-ക്കും കോൺഗ്രസിനും കൂടി ഇപ്പോൾ 112 സീറ്റുണ്ട്. അങ്ങനെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പരിചിതമായ റിസോർട്ട് രാഷ്ട്രീയം ഒരിക്കൽ കൂടി തിരിച്ചെത്തിയിരിക്കുകയാണ്. പുതുച്ചേരിയിലെ അതിമനോഹരമായ ദ ഷോർ തൃശ്ശൂം എന്ന റിസോർട്ടിലാണ് MLA-മാർ ഇപ്പോൾ തങ്ങുന്നത്. സ്വകാര്യ പൂൾ വില്ലകൾ, കടലിന് അഭിമുഖമായുള്ള സ്യൂട്ടുകൾ, മികച്ച ഭക്ഷണ സൗകര്യം എന്നിവയോടെ രാഷ്ട്രീയ ക്വാറന്റൈൻ ഒരു ആഡംബര വിനോദമായി മാറിയിരിക്കുകയാണ് അവിടെ. ചുരുക്കി പറഞ്ഞാൽ നിയുക്ത MLA-മാർ അവിടെ ആറാടുകയാണ്. അണ്ണ DMK MLA-മാരെ പാർട്ടി നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് പുതുച്ചേരിയിലേക്ക് മാറ്റിയത്. താമസത്തിനുള്ള മുഴുവൻ ചെലവും പാർട്ടി തന്നെയാണ് വഹിക്കുന്നത്. MLA ലീമ റോസ്, LJK-യുടെ ജോസ് ചാൾസ് മാർട്ടിൻ എന്നിവർക്കാണ് MLA-മാരുടെ മേൽനോട്ട ചുമതല. ഈ ലീമ റോസ് എന്ന വനിതാ നേതാവ് ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിന്റെ ഭാര്യയാണ്. മറ്റേയാൾ ജോസ് ചാൾസ് മാർട്ടിൻ സാന്റിയാഗോ മാർട്ടിന്റെ മകനുമാണ്. പണം വാരിയെറിഞ്ഞുള്ള കളികളാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ നടക്കുന്നത്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായോ മാധ്യമ പ്രവർത്തകരുമായോ പുറത്തു നിന്നുള്ളവരുമായോ ഒരു MLA-യും സംസാരിക്കരുതെന്ന് പാർട്ടി അധ്യക്ഷൻ എടപ്പാടി പളനിസ്വാമി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും ആശയക്കുഴപ്പമോ മറ്റു പാർട്ടികളിൽ നിന്ന് ബന്ധപ്പെടാനുള്ള ശ്രമങ്ങളോ ഉണ്ടായാൽ നേരിട്ട് തന്നെ വിളിക്കാനാണ് അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നത്. MLA-മാരെ മറ്റ് പാർട്ടികൾ തട്ടിയെടുക്കുന്നത് തടയാൻ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നതാണ് പാർട്ടി നേതൃത്വത്തിന്റെ ലക്ഷ്യം. വിജയെ പിന്തുണയ്ക്കാനല്ല തങ്ങൾ ഒത്തുചേർന്നത് എന്നാണ് അണ്ണ DMK നേതാവ് KP അൻപഴകൻ പറയുന്നത്. ഞങ്ങൾ എന്തിനാണ് വിജയെ പിന്തുണയ്ക്കുന്നത്? വിജയനെ പോലുള്ളവർ ഇവിടെ സർക്കാർ രൂപീകരിക്കാൻ പാടില്ല. അദ്ദേഹം വെറും ഒരു സിനിമാ നടൻ മാത്രമാണ്. സിനിമയിലെ പ്രശസ്തി ഉപയോഗിച്ച് വിജയ് ഒരു ഇമേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾ ഒരിക്കലും അദ്ദേഹത്തെ പിന്തുണയ്ക്കില്ല എന്നും അൻപഴകൻ ANA-യോട് പറഞ്ഞു. ഈ പറയുന്ന അൻപഴകന്റെ പാർട്ടിയായ AIADMK എന്ന ഓൾ ഇന്ത്യ അണ്ണ ദ്രാവിഡ മുന്നേറ്റ ഘടകം സ്ഥാപിച്ചത് ആരാണെന്ന് അദ്ദേഹം ചിലപ്പോൾ മറന്നുപോയതാകും. സിനിമാ നടനായ MG രാമചന്ദ്രൻ എന്ന MGR ആണ് ഈ പാർട്ടി സ്ഥാപിച്ചത്. ചെന്നൈ നഗരത്തിലെ റോയംപേട്ട എന്ന സ്ഥലത്ത് 1986 MG രാമചന്ദ്രന്റെ ഭാര്യ ജാനകി രാമചന്ദ്രൻ നൽകിയ സ്ഥലത്താണ് ഈ പാർട്ടിയുടെ ആസ്ഥാനം. പിന്നീട് ഈ പാർട്ടിയെ നയിച്ചത് സിനിമാ നടിയായിരുന്ന ജയലളിതയാണ്. അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്റെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ തന്റെ സ്വന്തം പാർട്ടിയെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാക്കിയ വിജയ് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട്. MGR-നാകാമെങ്കിൽ ജയലളിതക്കാകാമെങ്കിൽ വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രിയാകാം. ജനലക്ഷങ്ങളും കാത്തിരിക്കുന്നത് അതിനാണ്. ജോസഫ് വിജയ് എന്ന നാൻ എന്ന് തുടങ്ങുന്ന വിജയന്റെ സത്യപ്രതിജ്ഞ നേരിട്ട് കാണാനും കേൾക്കാനും കേരളത്തിൽ നിന്നുള്ള ആരാധകരും തമിഴ്നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്.